ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലുകളിൽ അതൃപ്തി അറിയിച്ച് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. ശോഭയുടെ ഇടപെടൽ ദേശീയ തലത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ച് ദേശീയ നേതൃത്വത്തോട് പരാതി ഉന്നയിക്കുകയാണ് ജാവദേക്കർ. പ്രഭാരി സ്ഥാനം ഒഴിയാനും ജാവദേക്കർ സന്നദ്ധത പ്രകടിപ്പിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി ചേരുന്നു. സ്വാതി, പ്രകാശ് ജാവദേക്കർ വലിയ തോതിൽ കേരളത്തിൽ ചർച്ചാ വിഷയമായി. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചും അങ്ങേയറ്റം അപമാനകരമായ പല പ്രസ്താവനകളും ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണോ ഈ ഒരു കടുത്ത നീക്കത്തിലേക്ക് പ്രകാശ് ജാവദേക്കർ എത്തുന്നത്? തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇ.പി. ജയരാജനും ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ നേതൃത്വത്തിന് അവമതിപ്പുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. നേതൃത്വത്തിൽ തന്നെ ശോഭയ്ക്കെതിരെ വലിയ തരത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജാവദേക്കറിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് ഈ ഇ.പി.യുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണമാണെന്നും ഈ വെളിപ്പെടുത്തലുകളിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. ഈ പ്രഭാരി സ്ഥാനം ഒഴിയാനടക്കമാണ് ഇപ്പോൾ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ജാവദേക്കർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ശോഭയ്ക്കെതിരെ വിവിധ ദേശീയ നേതാക്കളടക്കം വലിയ തരത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയെടുത്ത വിഷയമാണ്. എന്നാൽ ഇ.പി. വിഷയത്തിൽ CPM കൃത്യമായ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ ഒരു ചർച്ചകളും ഈ വിഷയത്തിൽ നടന്നിട്ടില്ലെന്നും ഇത് ആസൂത്രിതമായ മാധ്യമ നീക്കമാണെന്നും അടക്കം വിമർശിച്ചുകൊണ്ട് തന്നെ CPM കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് തിരിച്ചടിയായിട്ടുള്ളത്. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ തന്നെ ഇവരുടെ വെളിപ്പെടുത്തലുകളുമായും പ്രതികരണവുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ ഈ വിഷയം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പ്രഭാരി സ്ഥാനം ഒഴിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷമ്മി. സ്വാതി, പ്രകാശ് ജാവദേക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ തൻ്റെ നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഒരു രാഷ്ട്രീയമായ കൂടിക്കാഴ്ചയല്ല, മറിച്ച് വളരെ വ്യക്തിപരമായി ആൾക്കാരെ പരിചയപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇ.പി. ജയരാജനെയും കണ്ടിരുന്നു, വിവിധ നേതാക്കളെ കണ്ടിരുന്നു, കോൺഗ്രസിൻ്റെ MP-മാരെ കണ്ടിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും കണ്ട കൂട്ടത്തിൽ ഇ.പി. ജയരാജനെയും കണ്ടു എന്നാണ്. പക്ഷേ അതിന് വേറൊരു വ്യാഖ്യാനം നൽകിയത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിലുള്ള താല്പര്യം എന്താണെന്ന് ഒരുപക്ഷെ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പ്രകാശ് ജാവദേക്കർക്ക് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ പോകും എന്നുള്ള സൂചനകൾ വരുന്നുണ്ടോ സ്വാതി? തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെ കണക്കാക്കണം. ഒരു സംസ്ഥാന നേതൃത്വത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇരിക്കുന്ന സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധാരണയായി വ്യക്തികളുമായുള്ള ചർച്ചകളിൽ വരെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉന്നയിച്ചത് തീർച്ചയായും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ തന്നെയാണെന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാവദേക്കർ വീണ്ടും വീണ്ടും പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ശോഭയ്ക്കെതിരെയും സുരേന്ദ്രനെതിരെയും അടക്കം വലിയ വിമർശനങ്ങൾ ജാവദേക്കർ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ്. തങ്ങൾ നിരവധി വ്യക്തികളുമായി ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്. എന്നാൽ ആ വിഷയത്തിലൊക്കെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇതിനെ വേറൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോയത് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് എന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ടായിരുന്നു ജാവദേക്കർ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ ഈ വിഷയം സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ളത്. തനിക്ക് വലിയ തരത്തിലുള്ള അതൃപ്തിയാണ് ശോഭാ സുരേന്ദ്രന്റെയും കെ സുരേന്ദ്രന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രഭാരി സ്ഥാനം ഒഴിയുന്ന വിവരം വരെ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിലോട് അറിയിച്ചിട്ടുള്ളത്. ഷമ്മി.